എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാമേ. അതിനായിട്ട് 3 സവാള, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതയ്ക്കാം. ഈ പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ഒരു 2-3 ഏലക്ക പൊട്ടിച്ചിടാമേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം, വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പാത്രത്തിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്തെടുക്കാമേ. ചൂടുവെള്ളമാണ് ഒഴിച്ചത്. നമ്മുടെ മസാലയൊന്ന് കുതിരും. അത് നമുക്ക് ഈ ഉള്ളി അങ്ങോട്ട് ഉള്ളിയുടെ നടുക്കോട്ടൊരു കുഴി കുഴിച്ച് അവിടോട്ട് കൊടുക്കാം. മൂപ്പിച്ചെടുക്കാവേ. മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ഊറി വരുന്നുണ്ട്. നമുക്ക് അവിടോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ഇടണമായിരുന്നു. മുളക് ഇടുന്നതിന് മുമ്പ് ഇടണം, മറന്നുപോയി ഇടാൻ. അതും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാമേ. മസാലയെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി എളുപ്പമൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചാണ് ഇടുന്നത്. ചിക്കനിൽ മുളകും മഞ്ഞളും ഉപ്പും കൂടെ പുരട്ടിയതാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇച്ചിരി കുറച്ച് മതി. മസാല അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. മസാല കരിയാതിരിക്കാൻ ചുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്ത് കണ്ടോ, നമ്മുടെ മസാലയൊക്കെ ആയി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേ. രണ്ട് ടീസ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാൻ. ചെറിയ തീയിലിട്ടിട്ട് വേണം തൈര് ഒഴിക്കാൻ. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി നമ്മൾ ഉപ്പും മഞ്ഞളും ഇച്ചിരി മുളക് പൊടിയും കൂടെ പുരട്ടി വെച്ച ചിക്കൻ അങ്ങോട്ടിടാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാമേ. നമുക്ക് ചെറുതീയിലിത് ഒന്ന് അടച്ച് വെക്കാം. വെള്ളം ഇറങ്ങി വരും ചിക്കനിൽ നിന്ന്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പം കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെക്കാം. തീ കൂട്ടിയിടരുത്. ഉണ്ടോ, ആവശ്യത്തിന് വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വേകാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തേ. അപ്പം ചിക്കനൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ
ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തേ. അപ്പം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.